നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 48 ദിവസത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് പേർ പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംശയങ്ങളൊക്കെ തന്നെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോ. ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. സൂര്യോദയത്തിന് മുൻപ് 48 മിനിറ്റ് മുൻപ് നമ്മൾ കൊളുത്തുന്ന വിളക്കാണ് ബ്രഹ്മമുഹൂർത്ത വിളക്കെന്ന് പറയുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കെന്ന് പറയുന്നത് നമുക്ക് പൂജാമുറിയിൽ തന്നെ കൊളുത്തണം എന്നില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും കൊളുത്താവുന്നതാണ്. ബെഡ്റൂമിൽ ഒഴിച്ച്, അതായത് നമുക്ക് ഹാളിൽ കൊളുത്താം, അല്ലെങ്കിൽ കിച്ചണിൽ കൊളുത്താവുന്നതാണ്. എത്ര മണിക്കാണ് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തേണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ 3:30 മണി മുതൽ 5 മണി വരെയുള്ള സമയത്തിനുള്ളിൽ കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ 5:15 വരെയൊക്കെ തന്നെ ബ്രഹ്മമുഹൂർത്ത സമയമായിരിക്കും. എന്നിരുന്നാലും സൂര്യൻ ഉദിക്കുന്നതിനനുസരിച്ച് ബ്രഹ്മമുഹൂർത്ത സമയവും വ്യത്യാസപ്പെടും. അപ്പോൾ സൂര്യൻ കുറച്ച് നേരത്തെ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഒരു 5:05, 5:10 തന്നെ ബ്രഹ്മമുഹൂർത്ത സമയം അവസാനിക്കും. അതുകൊണ്ടാണ് ഒരു 5 മണിക്കുള്ളിൽ തന്നെ കൊളുത്തണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ 48 ദിവസത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നമ്മൾ ആദ്യമായിട്ട് ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വെക്കണം. നമ്മുടെ ഏതൊരു ആവശ്യമാണോ നമുക്ക് സാധിച്ചു കിട്ടേണ്ടത്, ആ ഒരു ആവശ്യം നടക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ 48 ദിവസത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തുടങ്ങേണ്ടത്. ഇനിയിപ്പോൾ പ്രത്യേകമായുള്ള ഒരു പ്രാർത്ഥനകളും ഇല്ല എന്നുണ്ടെങ്കിൽ, അതല്ല ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, അപ്പോൾ അതിൽ ഏത് വെക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് മാറി നമ്മുടെ ജീവിതം പ്രകാശമാക്കണം എന്ന് മാത്രം ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഒരു വിളക്ക് കൊളുത്താവുന്നതാണ്. ഇത് നമ്മൾ നിലവിളക്കല്ല കൊളുത്തുന്നത്. ഇതിനായിട്ട് നമുക്ക് 5 ചിരാതുകളാണ് വേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചതുപോലെ ഒരു ചെറിയ ബ്രാസ് പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് അതിൽ ഒരു 5 ചിരാതുകൾ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഗണപതിയുടെ മുന്നിലാണ് ഇത് കൊളുത്തി വെക്കാറുള്ളത്. എന്നാൽ അങ്ങനെ ഗണപതിയുടെ മുന്നിലൊന്നും കൊളുത്തി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഹാളിൽ എന്തായാലും സോഫയുടെ മുന്നിലൊക്കെ ഒരു ടീപ്പോയ് ഉണ്ടായിരിക്കുമല്ലോ, അവിടെ കൊളുത്തി വെക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കിച്ചണിൽ സ്ലാബിൽ കൊളുത്തി വെക്കാവുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നതിന് കുളിക്കണമോ എന്നുള്ളതാണ്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഞാൻ പറഞ്ഞല്ലോ, പൂജാമുറിയിലല്ല. ഈ ഒരു 5 വിളക്കുകളാണ് നിങ്ങളൊരു ആഗ്രഹത്തിന് വേണ്ടി സാധിക്കണം എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൊളുത്തുന്നതെങ്കിൽ കുളിക്കേണ്ട ആവശ്യമില്ല. രാവിലെ ശുദ്ധമാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് മുഖം കഴുകി കൈകാലുകൾ കഴുകിയിട്ട് കുറച്ച് വെള്ളം തലയിൽ തളിച്ചതിന് ശേഷം ഈ വിളക്ക് കൊളുത്താവുന്നതാണ്. നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ മേല് കഴുകിയിട്ട് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താവുന്നതാണ്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നതിന് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതുമായിട്ടോ അല്ലെങ്കിൽ ബ്രഹ്മചര്യം പാലിക്കുന്നതുമായിട്ടോ ഒന്നും തന്നെ കണക്ഷൻ ഇല്ല. നമ്മൾ ഡെയിലി ലൈഫിൽ എങ്ങനെയാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെയുള്ള നോർമലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതായത് യാതൊരുവിധ വ്രതങ്ങളോ ഒന്നും തന്നെ ഇല്ല. ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ രാവിലെ കുളിച്ചിട്ട് മാത്രമേ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താൻ പാടുള്ളൂ. അതല്ലാതെ മറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പീരിയഡ്സ് ടൈമിൽ 7 ദിവസം കൊളുത്തേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് വീണ്ടും കൊളുത്താവുന്നതാണ്. ടോട്ടൽ നമ്മൾ 48 ദിവസമാണ് കൊളുത്തേണ്ടത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ കൊളുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസത്തിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു അരമണിക്കൂർ താമസിച്ചു പോയി എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ 3:30 എല്ലാ ദിവസവും കൊളുത്തുന്നതെങ്കിൽ എല്ലാ ദിവസവും ആ സമയത്ത് തന്നെ കൊളുത്തുക. ഒരു ദിവസം 4:30 ആയിപ്പോയി എന്ന് പറഞ്ഞ് പ്രശ്നമില്ല. ഓരോ ദിവസവും പല സമയങ്ങളിൽ കൊളുത്തരുത്. ഒരു ഫിക്സഡ് ടൈം നമ്മൾ തന്നെ തീരുമാനിക്കണം. 4 മണിയെന്നോ 4:30 അതല്ലെങ്കിൽ മാക്സിമം 5 മണിയെന്നോ വിചാരിക്കുക. ആ കറക്റ്റ് സമയത്ത് തന്നെ ഈ 5 വിളക്കുകളും കൊളുത്തുക. അപ്പോൾ ഞാനിവിടെ കൊളുത്തിയതുപോലെ തന്നെയാണ് കൊളുത്തേണ്ടത്. ഒരു ചെറിയ ബ്രാസ് പ്ലേറ്റിൽ 5 മൺചിരാതുകൾ എണ്ണ ഒഴിച്ച്
തിരിയിട്ട് കൊളുത്താവുന്നതാണ്. കൊളുത്തിയതിനു ശേഷം നമുക്ക് പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ 5 തിരികളും കിഴക്കോട്ട് ഫേസ് ചെയ്ത് വേണം കൊളുത്തി വെക്കേണ്ടത്. ഈ മൺചിരാതുകൾ എല്ലാ ദിവസവും കഴുകേണ്ട ആവശ്യമില്ല, തുടച്ച് എടുത്താൽ മതി. ഇനിയിപ്പോൾ ചില മൺചിരാതുകളൊക്കെ തന്നെ 2-3 ദിവസം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എണ്ണ ചോരുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളപ്പോൾ ആ ചിരാതുകൾ മാറ്റിയിട്ട് പുതിയ ചിരാതുകൾ വെക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച ഒരുപാട് ചിരാതുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ചിരാതിൽ ഒരുപാട് എണ്ണയായിട്ട് ഒരുപാട് എണ്ണ കൂടുതലാകുമ്പോൾ ഒരുമാതിരി സ്റ്റിക്കി ആകും. അപ്പോൾ അങ്ങനെ അത്രമാത്രം സ്റ്റിക്കി ആകുന്നത് വരെ നമ്മൾ തുടച്ച് ഉപയോഗിക്കരുത്. കഴിവതും ഒരു 2 ദിവസം കൂടുമ്പോൾ മൺചിരാതുകൾ മാറ്റുക. മൺചിരാത് കഴുകാനായിട്ട് കുറച്ച് സോപ്പ് പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ച് സോപ്പ് പൊടി അതിലിട്ട് മൺചിരാതിൽ ഒഴിച്ചു വെച്ചാൽ മതി. വളരെ വേഗം തന്നെ എണ്ണയുടെ ആ ഒരു പശപ്പശപ്പിനെ മാറിക്കിട്ടും. ഉരച്ച് കഴുകേണ്ട ആവശ്യമേ ഇല്ല, വളരെ എളുപ്പമാണ്. ഞാൻ ഓൾറെഡി പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, സോപ്പ് പൊടി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇത് കഴുകിയെടുക്കുന്നതാണ് എളുപ്പമെന്ന്. ഇനിയിപ്പോൾ മൺചിരാതുകൾ കിട്ടില്ല നിങ്ങളുടെ സ്ഥലത്തെങ്കിൽ 5 ചെറിയ മൺചിരാത് പോലെയുള്ള ബ്രാസ് വിളക്കുകൾ വാങ്ങിവെച്ച് അത് ഉപയോഗിക്കാവുന്നതാണ്. അതും ഇതുപോലെ തന്നെ 1-2 ദിവസം തുടച്ച് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് നല്ലതുപോലെ കഴുകി വേണം ഉപയോഗിക്കേണ്ടത്. ഒരുപാട് ദിവസം കഴുകാതെ ഉപയോഗിക്കരുത്. മൺചിരാതിലാണ് നിങ്ങൾ കൊളുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യമേ തന്നെ 1-2 ഡസൻ മൺചിരാതുകൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് തന്നെ, അതായത് ഓരോ 2 ദിവസം കൂടുമ്പോൾ പുതിയ മൺചിരാത് കൊളുത്തിയിട്ട് ഒന്നിച്ച് തന്നെ ഇത് ചൂടുവെള്ളത്തിലിട്ട് കഴുകി എടുക്കാനും എളുപ്പമായിരിക്കും. കുളിക്കാതെ തന്നെ ഈ വിളക്ക് കൊളുത്താം എന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ പൂജാമുറിയിലല്ല ഈ വിളക്ക് കൊളുത്തുന്നത്. അതുകൊണ്ട് തന്നെ ശരീരശുദ്ധിയോടിരിക്കുമ്പോൾ നമുക്ക് മുഖം മാത്രം കഴുകി വന്ന് ഈ വിളക്ക് കൊളുത്താവുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ കുളിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ അവർക്കെല്ലാം തന്നെ ഈ ഒരു വിളക്ക് കൊളുത്തി അവരുടെ ആഗ്രഹം എന്താണോ ആ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ഒരു വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നത് 4:30 മണിക്കാണ്. 4:30 മണിക്ക് രാവിലെ കുളിച്ചിട്ട് വന്നാണ് എല്ലാ ദിവസവും കൊളുത്തുന്നത്. അതുകൊണ്ടാണ് ഗണപതി ഭഗവാന്റെ മുന്നിൽ തന്നെ കൊളുത്തുന്നതിൻ്റെ കാരണവും. അപ്പോൾ 4:30 മണിക്ക് ഇവിടെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയിട്ട് പിന്നെ ഞാൻ പൂജാമുറിയിൽ പോയി പൂജാമുറി ഒന്ന് തുടച്ച് വിളക്കിനെല്ലാം പൊട്ടൊക്കെ തൊട്ട് തിരിയൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ഒക്കെ ആകുമ്പോഴേക്കും ഒരു 20 മിനിറ്റോളം എടുക്കും. അപ്പോൾ 5 മണി ആകുമ്പോഴാണ് പൂജാമുറിയിൽ വിളക്ക് കൊളുത്താറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഇപ്പോൾ വീണ്ടും കൊളുത്താൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയിട്ടുണ്ടോ അതിൻ്റെ റിസൾട്ട് അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടായിരിക്കും. ഞാൻ 2018 ആദ്യമായിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയത്. അന്ന് ഞാൻ കുളിക്കാതെയാണ് കൊളുത്തിയത്. അതായത് ഞാനിപ്പോൾ പറഞ്ഞു തന്നല്ലോ നിങ്ങൾക്കും, രാവിലെ എഴുന്നേറ്റ് പല്ല് ബ്രഷ് ചെയ്ത് മുഖം കഴുകി കൈയും കാലും ഒക്കെ കഴുകി കുറച്ച് വെള്ളം തലയിൽ തളിച്ചിട്ടാണ് അന്ന് കൊളുത്തിയിരുന്നത്. അന്ന് ഞാൻ കറക്റ്റ് 3:30 മണിക്കാണ് കൊളുത്തിയിരുന്നത്. അതായത് 3 മണി കഴിയുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. എണീറ്റ് ആദ്യം പോയി ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് 3:30 കറക്റ്റായി കൊളുത്തും. എന്നിട്ട് പിന്നെ പോയി കുളിച്ച് വന്നാണ് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് അപ്പോൾ 48 ദിവസം കൊളുത്തിയത്. പീരിയഡ്സ് ടൈമിൽ കൊളുത്താറില്ലായിരുന്നു. അപ്പോൾ അന്ന് കൊളുത്തിയതിൻ്റെ റിസൾട്ട് കിട്ടിയത് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടായിരുന്നു. എത്ര താമസിച്ചാലും നമുക്കതിൻ്റെ ഒരു ഫലം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇത് ഞാൻ പറയാൻ കാരണം, കുളിക്കാതെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയാൽ ഫലം കിട്ടില്ല എന്ന് കരുതി ആരും കൊളുത്താതിരിക്കേണ്ട. തീർച്ചയായും ഫലം കിട്ടും. എനിക്ക് അനുഭവമുള്ളതാണ്, അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയതുമാണ്. അതിനുശേഷം എല്ലാ വർഷവും 48 ദിവസം ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഒരുപാട് കാലമായിട്ട് എല്ലാ ദിവസവും വിളക്ക് കൊളുത്തുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഗണപതി ഭഗവാന്റെ മുന്നിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ആദ്യം കൊളുത്തിയിട്ടാണ് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ദിവസവും ഇങ്ങനെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുമ്പോൾ ഞാനിവിടെ കുറച്ച് പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എപ്പോഴും നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ഒരു പൂവെങ്കിലും നമ്മൾ വെക്കുന്നത് വളരെ നല്ലതാണ്.
വിളക്ക് കൊളുത്തുമ്പോൾ ആ വിളക്ക് നമ്മൾ എപ്പോഴും അലങ്കരിച്ച് വേണം കൊളുത്തേണ്ടത്. എൻ്റെ പൂജാമുറിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ എപ്പോഴും വിളക്ക് അലങ്കരിക്കും. അതുപോലെ തന്നെ എന്നാൽ ആവുന്ന രീതിയിൽ ഫോട്ടോസിനൊക്കെ പൂക്കളൊക്കെ വെച്ചാണ് ഞാൻ എപ്പോഴും വിളക്ക് കൊളുത്താറുള്ളത്. എനിക്ക് ഇത് ഒരാൾ പറഞ്ഞു തന്നതാണ് വളരെ പണ്ട്. അപ്പോൾ പണ്ടൊക്കെ തന്നെ അധികമൊന്നും അങ്ങനെ പൂക്കൾ വെച്ചൊന്നും ഒരുപാട് അലങ്കരിക്കാറൊന്നുമില്ല. പൂക്കൾ കിട്ടിയാൽ പൂക്കൾ വെക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ വേണം ചെയ്യേണ്ടത് എന്ന് എനിക്കൊരു നോർത്ത് ഇന്ത്യനാണ് പറഞ്ഞു തന്നത്. എപ്പോഴും നമ്മൾ നമ്മുടെ പൂജാമുറി അലങ്കരിച്ചൊക്കെ വെക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇങ്ങനെ നമ്മൾ പൂക്കൾ കൊണ്ട് അലങ്കരിക്കാൻ, അതായത് വിളക്കും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചും നമ്മുടെ ദൈവത്തിൻ്റെ ഫോട്ടോസും ഒക്കെ നമ്മൾ അലങ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള ഐശ്വര്യവും ഉണ്ടാകും. കാരണം എല്ലാ ദേവാദിദേവന്മാർക്കും, ഇപ്പോൾ നമുക്കൊക്കെ എങ്ങനെയാണ്, നമുക്കെപ്പോഴും നല്ലപോലെ ഒരുങ്ങി നടക്കുന്നതാണല്ലോ ഇഷ്ടം. ആർക്കും മുടി ചീപ്പാതെയോ മുഖത്ത് കുറച്ച് പൗഡറോ അല്ലെങ്കിൽ ക്രീമോ തേച്ച് നല്ല പൊട്ടൊക്കെ ഇട്ട് ഒരുങ്ങി നടക്കുന്നത് നമുക്കെങ്ങനെയാണോ ഇഷ്ടം, അതുപോലെ തന്നെ ഈശ്വരന്മാർക്കും നമ്മൾ അവരെ നല്ലതുപോലെ നമുക്കാവുന്ന രീതിയിൽ ഒരുക്കി വെക്കുന്നതാണ് അവർക്കും ഇഷ്ടം. പ്രത്യേകിച്ചും മഹാലക്ഷ്മിക്കൊക്കെ എപ്പോഴും നമ്മൾ അലങ്കാരങ്ങൾ ചെയ്തു വെക്കണം. അതായത് നമ്മുടെ കയ്യിലുള്ള പൂക്കൾ എപ്പോഴും നമ്മൾ സമർപ്പിക്കണം. അങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും ലഭിക്കും. പൂക്കളൊന്നും വെക്കാതെ എത്ര മണിക്കൂർ ഇരുന്ന് നാമജപം ചെയ്താലും ആ ഒരു ഫലം നമുക്ക് ലഭിക്കില്ല. നാമജപത്തിൻ്റെ ഫലം അതിൻ്റേതായ ഒരു ഫലമുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. നമ്മൾ ചൊല്ലുന്ന നാമത്തിനോടൊപ്പം ആ ദേവനെ അല്ലെങ്കിൽ ദേവിക്ക് നമ്മളൊരു പൂവ് കൂടി സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കയ്യിലുള്ള ഒരു പൂവോ ഇലയോ എന്തായാലും മതി, അതുകൂടി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ള ഐശ്വര്യം നമുക്ക് തീർച്ചയായും ഈശ്വരൻ നൽകും. അതുകൊണ്ട് പൂക്കളൊന്നും കൊണ്ട് അലങ്കരിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഇനി മുതൽ കുറച്ച് പൂക്കൾ, ഒരു പൂവെങ്കിലും കൊണ്ട് നിങ്ങളുടെ വിളക്ക് അലങ്കരിച്ചു നോക്കൂ. ഇപ്പോൾ നാളെ തന്നെ വ്യത്യാസം ഉണ്ടാകും എന്നല്ല, ഗ്രാജുവലി അതിൻ്റേതായ ഒരു ഐശ്വര്യമൊക്കെ തന്നെ ഈശ്വരൻ നമുക്ക് നൽകും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.